Okay, good afternoon to all. So, our session start ചെയ്യാണ് ബാക്കിയുള്ളവർ in between join ചെയ്യട്ടെ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കേൾക്കട്ടെ. സോ നമ്മൾ ഇന്ന് വിചാരിച്ച കഴിഞ്ഞ ദിവസം ക്ലാസ് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞാനത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇന്നേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ ജനറലി ഐ വോണ്ട് പ്രിഫർ ടു ടേക്ക് ക്ലാസ്. പക്ഷേ ഇന്ന് രാവിലെ വെള്ളിയാഴ്ച ആയതും എനിക്ക് നിങ്ങളുടെ സെക്കൻഡ് ഇയർ ക്ലാസ് ഉണ്ടായതുകൊണ്ടും ഞാനത് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് 19 to 28. പ്രോബബ്ലി ക്ലാസ്സുകൾ ചിലപ്പം അതിന് ശേഷം ഉണ്ടാവില്ല 28 വരേക്കും. അപ്പം ആ ലോങ് ബ്രേക്ക് വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനൊരു കുറച്ച് പോർഷൻ എടുത്തിട്ട് നിങ്ങൾക്കാണെങ്കിൽ ബ്രേക്ക് പോവാം എന്നുള്ളത് വിചാരിച്ചു. ഓക്കെ, ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്തൊക്കെയായിരുന്നു? സോഫാർ നമ്മൾ ഡിസ്കസ് ചെയ്തു, മാക്സ്വൽ ഇക്വേഷൻ്റെ ഭാഗം ഡിസ്കസ് ചെയ്തു. ദെൻ ഫോളോഡ് ബൈ നമ്മൾ പൊട്ടൻഷ്യൽ ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? മെയിനായിട്ട് ബൗണ്ടറി കണ്ടീഷൻസിൻ്റെ ഭാഗം കൂടെ ഡിസ്കഷൻ കഴിഞ്ഞു. സോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനുഷാണെന്ന് തോന്നുന്നു ആ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആ എക്സാമ്പിൾ 7.5 എന്ന് പറയുന്ന ചെങ്ങിൽ വന്ന പ്രോബ്ലം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി ആ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും ആ പ്രോബ്ലം നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ പ്രോബ്ലം എഗൈൻ വായിക്കുന്നില്ല. നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് ഒരു പെർട്ടിക്കുലർ സർക്യൂട്ടാണ്. ആ സർക്യൂട്ടിൽ നമുക്ക് ഒരു AC വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, ആ AC വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാരലൽ കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിന് മുമ്പ് നമുക്ക് എന്താ ചെയ്യുക, ചെറിയ ഷീറ്റിങ് പോലെ അതിൻ്റെ സർഫസ്. ഓക്കെ, സോ ഈ രീതിയിൽ ഉള്ള ഒരു സ്ട്രക്ചർ. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രണ്ട് കപ്പാസിറ്ററിൻ്റെ ഇടയിലാണുള്ളത്. ഇതാണ് ബേസിക് ആയിട്ട് ആ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇതെന്താണ്? S1 എന്ന് പറയുന്ന സർഫസ് ആണ്. ഓക്കെ, അത് കണക്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു കപ്പാസിറ്റർ C1 CI എന്നോ പറഞ്ഞിട്ടുള്ള കപ്പാസിറ്റർ. ദെൻ ഇവിടെ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഗിവൺ ആയിട്ടുള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ V0 ആണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. W ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഗിവൺ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കപ്പാസിറ്ററിൻ്റെ അവിടെയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് V0 sin ωt എന്ന് ഗിവൺ ആണ്. ദെൻ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ഇൻ ദ കപ്പാസിറ്ററും കണ്ടക്ഷൻ കറണ്ട് ഇൻ ദ വയറും ഈക്വൽ ആണ് എന്നുള്ളത്. അതായത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇൻ ദ കപ്പാസിറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു ID by IC എന്നാണ് കണ്ടക്ഷൻ വയറിലുള്ള വയറും തമ്മിൽ ഈക്വൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. 1 സെക്കൻഡ്. പിന്നോ സോറി. ദെൻ ഡിറ്റർമിൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഡിറ്റർമിൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് R എന്നുള്ളതാണ് ഈ ഒരു സംഭവം തന്നിട്ടുള്ളത്. R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലുള്ള ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ് എന്നുള്ളത് കാണുക എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് വൺ, ഡിറ്റർമിൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് രണ്ടാണ് ബേസിക്കലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള രണ്ട് പോയിന്റ്. സോ ഇവിടെ നമുക്ക് കണ്ടക്ഷൻ കറണ്ട് കാണണം. ബേസിക്കലി കണ്ടക്ഷൻ കറണ്ടിന്റെ കേസിൽ നിങ്ങൾക്കറിയാം റിലേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന റിലേഷൻ എന്താണ്? CV ആണ്. Q ഈക്വൽ ടു CV എന്ന് പറഞ്ഞ റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? I/dt. ഓക്കെ ഓക്കെ അല്ലേ? C ഈക്വൽ ടു കണ്ടക്ഷൻ കറണ്ട് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Q ഈക്വൽ ടു CV, സോറി, Q ഈക്വൽ ടു CV എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? ഇവിടെ Q എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ആണെന്ന് നമുക്കറിയാം അല്ലേ? സോ ചാർജിന്റെ റിലേഷൻ നിങ്ങൾക്ക് അറിയിക്കാൻ അറിയാം I/T എന്നുള്ളതാണ് ചാർജിന്റെ റിലേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ചാർജ് കിട്ടണമെങ്കിൽ എന്താണ്? Q/Q × T എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കറണ്ട് കിട്ടും. സോ ഈ ഒരു ഫോമിൽ നമുക്ക് എന്ത് ചെയ്യും? ഇക്വേഷൻ എഴുതാൻ പറ്റും. സോ ആ രീതിയിലുള്ള ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ I കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? C എങ്ങനെ എഴുതാം? C ഇൻ ടേംസ് ഓഫ്
Q in terms of അതിൻ്റെ ടേംസിൽ എഴുതാൻ നിൽക്കുക ക്യു ടി ഈക്വൽ ടു അതിൻ്റെ ടേംസിലാണ് എഴുതുന്നതെങ്കിൽ സി ബി എന്ന് എഴുതാൻ പറ്റും. സോ ക്യു ടി റൈറ്റ് ഓക്കെ ക്യു ടി ഈക്വൽ ടു ഐ സി ബി എന്ന് എഴുതാം. സോ ആ ഒരു ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഐ ആണ് ഇവിടെ ക്യു ടി എന്ന് പറഞ്ഞത്. ഓക്കെ ഐ ഇസ് ഈക്വൽ ടു സി ബി എന്ന് വരും. ഓക്കെ സോ വിത്ത് റെസ്പെക്ട് ടു ഡി ടി നമ്മൾ ഈ ഒരു വോൾട്ടേജിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് ഇവിടെ ഗിവൺ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം ഡി വി സി ബൈ സോറി okay C into dV by sorry equation something wrong right you know the equation okay I is equal to Q by T alle okay I is equal to Q by T equation അറിയാലോ അല്ലേ എന്താണ് rate of flow of electron is equal to current electric current എന്ന് പറയുന്നതാണ് rate of flow of electron എന്നുള്ളതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് Q എന്ന് പറയുന്നത് എന്താണ് in terms of IT എന്ന് എഴുതാം. സോറി so it was a mistake from my side. Okay Q equal to IT എന്ന് എഴുതാം. Then how it comes Q equal to IT എന്ന് എഴുതാം. IT equal to CB എന്ന് എഴുതാം. Then from ഈ ഇക്വേഷൻ നമുക്ക് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യുന്നു I equal to CB by T എന്ന് എഴുതി. ഓക്കെ സോ നമ്മളിവിടെ ജസ്റ്റ് ഒരു ഡിഫറൻഷ്യൽ ആയിട്ടുള്ള സ്മോൾ ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം സി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ് കപ്പാസിറ്റൻസ് ആണ്. സോ ടി വി ബൈ ഡി ടി എന്ന് എടുത്തു. ഓക്കെ വി സി എന്ന് പറയുന്നത് നമുക്ക് ഗിവൺ ആണ്. കണ്ടക്ഷൻ കറണ്ട് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ് വിച്ച് ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. അപ്പോൾ സി എന്താണ് സി ഇൻറ്റു ഡി V0 സൈൻ ഒമേഗ ടി എടുത്തു കഴിഞ്ഞാൽ എന്തായാലും വിത്ത് റെസ്പെക്ട് ടു ഡി ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐ സി എന്ന് പറയുന്നത് അതായത് ഐ സി എന്ന് പറയുന്ന കണ്ടക്ഷൻ കറണ്ട് എത്രയാണെന്നുള്ള അതിൻ്റെ വാല്യൂ കിട്ടും. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഐ സി ആണ് നമുക്കിവിടെ കാണേണ്ടത്. ഐ സി സ്മോൾ ആണെങ്കിൽ സ്മോൾ ഐ സി ഈക്വൽ ടു സി വി ബൈ ഡി ടി സി ഡി വി സി ബൈ ഡി ടി സി ഡി വി 0 സൈൻ ഒമേഗ ടി ബൈ ഡി ടി എന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ആൻസർ സ്വാഭാവികമായിട്ട് എന്താണ് വിത്ത് റെസ്പെക്ട് ടു സൈൻ ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ C1 എന്നുള്ളതാണ്. സോ C1 V0 ഒമേഗ കോസ് ഒമേഗ ടി എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഡിഫറൻഷ്യൽ 1. സോ ഇതാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഐ സി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംപ് ആയിരിക്കും. ഓക്കെ ഇനി ഇതാണ് ഫസ്റ്റ് കേസ്. അപ്പോൾ നമ്മൾ ഐ സി കണ്ടു. ഇനി നമ്മളോട് പറയേണ്ടത് എന്താണ് ഐ സി ഈക്വൽ ടു ഐ ഡി എന്ന് കാണണം. അതായത് കണ്ടക്ഷൻ കറണ്ട് ഈക്വൽ ടു ഐ ഡി ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന് ഈക്വൽ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പാരലൽ കപ്പാസിറ്റർ ആയതുകൊണ്ട് നമുക്കറിയാം എ എപ്സിലോൺ 0 ബൈ ഡി അല്ലെങ്കിൽ എ എപ്സിലോൺ ഡി ഡി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും. ഓക്കെ സോ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു ഫോം എന്ന് പറഞ്ഞത് ഇൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ. ഇ എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആ കപ്പാസിറ്ററിൻ്റെ അറൗണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് V0 ബൈ ഡി അല്ലെങ്കിൽ V ബൈ ഡി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ വി എന്ന് പറഞ്ഞാൽ എന്താണ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഡി അതായത് ഇലക്ട്രിക് ഫീൽഡിനെ വിത്ത് റെസ്പെക്ട് ടു ലെങ്ത് എഴുതാൻ പറ്റും. ഇതിൻ്റെ വേറെ ഫോമാണ് നമ്മൾ എഴുതിയിട്ടുള്ള ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു മൈനസ് ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു വി എന്ന് പറയുന്നത്. ഇതിനെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതുകയാണെങ്കിൽ ഇ ഈക്വൽ ടു വി ബൈ ഡി എന്ന റിലേഷനിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ദെൻ നമുക്ക് ഡി എന്ന് പറയുന്നത് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ ഇ എപ്സിലോൺ 0 എന്ന് എഴുതാം. സോറി ഇ എപ്സിലോൺ എന്ന് എഴുതാം. സോ ദിസ് ഇൻ ടേംസ് ഓഫ് ഈ ഫോമിൽ എഴുതാണെങ്കിൽ എന്ത് ചെയ്യും എപ്സിലോൺ V0 സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഡി എന്ന് വരും. ഓക്കെ സോ നമുക്ക് ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യാണ് ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ നമ്മൾ
ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഐ ഡി ഈക്വൽ ടു ആ ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ എടുക്കുന്നതുകൊണ്ട് ഡോ ഡി ഡോട്ട് ടി ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞ ആ പെർട്ടിക്കുലർ സർഫസ് ക്ലോസ്ഡ് സർഫസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം, ഡീൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, എപ്സിലോൺ എ ബൈ ഡി. ഓക്കെ, എപ്സിലോൺ എ ബൈ ഡി. ഓക്കെ 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 V0 ഒമേഗ കോസ് ഒമേഗ ടി വരും അല്ലേ, റൈറ്റ്. V0 ഒമേഗ കോസ് ഒമേഗ ടി. ഫൈൻ. ദാറ്റ് മീൻസ് എന്താണ്, ഡോ ഡി ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്സിലോൺ V0 ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും. ഓക്കെ, V0 ഓക്കെ then which is equal to C1 എപ്സിലോൺ എ ബൈ ഡി എന്ന് പറയുന്നത് എന്താണ്, C1 V0 ഒമേഗ കോസ് ഒമേഗ ടി എന്ന് വരും. ഓക്കെ ഓക്കെ ദാറ്റ്സ് ഇറ്റ്. ഡി എസ് എന്ന് പറയുന്നത് എന്താണ്, ഡി എസ് എന്ന് പറഞ്ഞ ഏരിയ. ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഏരിയൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു. ഡി ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, C1 ഡി ബൈ എപ്സിലോൺ എന്ന് പറഞ്ഞ വാല്യൂ വരും. C1 d by epsilon, right? Okay. Is that fine? Somewhere we have done something mistake. What is it? Epsilon a by d V0 omega cos omega t എന്ന് വരും. Okay. C1 equal to epsilon a by d. Okay, fine. Okay, fine. Okay, fine. നമുക്ക് ഐ സിൻ്റെ വാല്യൂ എന്താ കിട്ടുന്നത്, C1 which is equal to ഐ സി എന്ന് എഴുതാം. C1 V0 ഒമേഗ കോസ് ഒമേഗ ടി എന്ന് പറയുന്ന ഫോർമുല കിട്ടി. ദാറ്റ് മീൻസ് ഐ ഡി ഈക്വൽ ടു ഐ സി. ഓക്കെ ഓക്കെ സോ ഹിയർ ഇ ഈക്വൽ ടു വി സി ബൈ ഡി എന്നുള്ളതാണ്. ഇ ഈക്വൽ ടു വി സി ബൈ ഡി. ഓക്കെ ഓക്കെ സോ ദാറ്റ്സ് ദ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതാണ് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്ന കഴിഞ്ഞ ദിവസം. സെക്കൻഡ് പാർട്ട് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിരുന്നു. നമ്മളൊരു ഡിസ്റ്റൻറ്റ് വയറിൽ, അതായത് ഒരു പെർട്ടിക്കുലർ ആ വയറിൻ്റെ കേസ് നമ്മൾ കണ്ടപ്പം നമ്മളൊരു കപ്പാസിറ്റർ വരെയുള്ള ആ ഡിസ്റ്റൻറ്റ് ലെങ്ത് എടുക്കുകയാണെങ്കിൽ, ആർ എന്ന് പറയുന്ന കണ്ടക്റ്റിംഗ് വയർ എടുക്കുകയാണെങ്കിൽ നമ്മളവിടെ ആംപിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇൻ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു കിട്ടിയിരുന്നത്, ഡോട്ട് ഡി എൽ ഈക്വൽ ടു മാക്സ്വെൽ ഇക്വേഷൻ്റെ കേസിലാണെങ്കിൽ ഇൻ്റഗ്രൽ എസ് ജെ പ്ലസ് ഡോ ഡി ബൈ ഡോട്ട് ടി ഓക്കെ ഡോട്ട് ഡി എസ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതായിരുന്നു ആംപിയർ സർക്യൂട്ടൽ ഫോം ഓഫ് മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഒരു കോണ്ടൂർ ആണ്. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് സർഫസ് എടുക്കുകയാണെങ്കിൽ S1 എന്ന് പറയുന്ന സർഫസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ പകരം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, കോണ്ടൂർ സി എച്ച് ഡോട്ട് ഡി എൽ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഒരു എച്ച് എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി എച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫ്ലക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. ദെൻ ഡി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്മോൾ S1 എന്ന് പറയുന്ന സ്മോൾ ഏരിയ എടുക്കുകയാണെങ്കിൽ S1 റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, ആ ഒരു ഇതിൻ്റെ ഈ ഒരു പാർട്ടിനെയാണ് S1 എന്ന് പറയുന്നത്. ഇത് S2 ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ S1 എന്ന് പറയുന്നത്. ഇതാണ് ഒരു സർക്കുലർ ഷേപ്പാണ്. സോ അതിൻ്റെ ആംപിയർ സർക്യൂട്ടൽ ലോ പ്രകാരം
ഈ ലൈനിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ വേണമെങ്കിൽ 2πr എന്ന് പറഞ്ഞ സർക്കംഫറൻസ് ഇൻറ്റു h5 എന്നുള്ള ഫോമിൽ എന്ത് ചെയ്യാം എഴുതാൻ പറ്റും. ഇനി നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് ഒരു ടേമിൽ j പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എസ് എന്ന് പറയുന്ന ഇക്വേഷൻ വാലിഡ് ആണോ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു S2 എന്നുള്ള കേസ് എടുക്കുകയാണെങ്കിൽ, S2ൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ D = 0 ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് എന്തുകൊണ്ടാണ് അത് 0 ആവുന്നത്, നമ്മൾ S1 എന്ന് പറഞ്ഞ സർഫസ് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റിൽ ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. S1 എന്ന് പറഞ്ഞ സർഫസ് എടുക്കുമ്പം J എന്ന് പറയുന്ന കറണ്ട് ഡെൻസിറ്റിയുടെ ടേം മാത്രമേ ഓക്കെ S1 എന്നുള്ള സർഫസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഈ പറഞ്ഞിട്ടുള്ള H.dl ഇൻ്റഗ്രൽ J പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് പറയുന്ന ഇക്വേഷൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ D = 0 ആയിരിക്കും. കാരണം എന്താണ്, നോ ചാർജ് ഇസ് ഡെപ്പോസിറ്റഡ് ഓൺ ദ വയർ. അപ്പോൾ നമ്മൾ അലോങ് ദ വയർ കൺസിഡർ ചെയ്യുന്ന കേസിലാണെങ്കിൽ, നമ്മൾ ആ വയറിൻ്റെ കേസ് ഈ വയറിൽ കൺസിഡർ ചെയ്യുന്ന കേസാണെങ്കിൽ ആ വയറിൽ എവിടെയും ചാർജ് ഡെപ്പോസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ടേമിൽ എന്തെടുത്തു, D = 0 എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണ്, ഈ ഒരു വാല്യൂ രണ്ട് കപ്പാസിറ്റർ ഉള്ള കണ്ടീഷനാണ്. സോ സിൻസ് ഇവിടെ ഒരു ഡെപ്പോസിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ ഒരു കറണ്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സോ D will be = 0. ദെൻ കോൺസിക്വൻ്റ്ലി നമുക്ക് പിന്നെ ഈ ഒരു ടേമിൽ ഉണ്ടാവുക എന്താണ്, ഇൻ്റഗ്രൽ Sj.ds എന്ന് പറയുന്ന ഒരു ടേം മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ എന്താണ്, D = 0 ആയിരിക്കും കേസ്. കാരണം ആ വയറിൽ നോ ചാർജ് വിൽ ബി ഡെപ്പോസിറ്റഡ് എന്നുള്ള കണ്ടീഷൻ കാരണമാണ് നമുക്കത് വാല്യൂ ആവുന്നത്. അപ്പോൾ ഇതിൽ നോൺ സീറോ ആയിട്ടുള്ളത് എന്താണ്, കറണ്ട് ഡെൻസിറ്റിയുടെ വാല്യൂ മാത്രമാണ്. അപ്പം കറണ്ട് ഡെൻസിറ്റിനെ നിങ്ങൾ പെർട്ടിക്കുലർ ഏരിയയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, വിൽ ബി ഗെറ്റിംഗ് IC here. Okay, so IC means what, C1 V0 omega cos omega t എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് കംസ്. ദെൻ നമുക്ക് ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു IC-യും ID-യും ഈക്വൽ ആണ്. ഓക്കെ, സോ IC-യും ID-യും ഈക്വൽ ആണ്. സോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, നമ്മൾ S2 എന്ന സർഫസിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ S2ലെ കൂടെ എന്താണ്, ഒരു സർഫസ് ചാർജ് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ കേസിൽ സെക്കൻഡ് സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, ദെൻ സോ നമ്മൾ ഈ ഒരു വാല്യൂ വെച്ചിട്ട് രണ്ടും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയ എന്താണ്, H.dl = 2πr h5. ഓക്കെ, 2πr.h5 എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ദെൻ വി ഹാവ് C1 V0 omega cos omega t divided, okay, that's it. That means H5 will be equal to, magnetic field intensity will be equal to C1 V0 omega cos omega t divided by 2πr എന്ന് വരും. Okay, so this is how that question to be solved out. ഓക്കെ, സോ എന്തുകൊണ്ടാണ് S2യിലൂടെ നമുക്ക് കണ്ടക്ഷൻ കറണ്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യാത്തത്, അതിൻ്റെ റീസൺ ഇത്രേ ഉള്ളൂ, S2 പാസ് ചെയ്യുന്നത് എന്താണ്, ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിലൂടെയാണ് S2 പാസ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ്, നോ കണ്ടക്ഷൻ കറണ്ട് വിൽ ബി ഫ്ലോയിങ് ത്രൂ ദ S2 എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. സോ ഈ ഭാഗം ക്ലിയർ ആണോ, അൻഷ ക്ലിയർ ആണോ?
Okay, fine. Then moving on. സോ അതാണ് ആ ഭാഗത്തുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ഇതിൻ്റെ PDF ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. സെക്കൻഡ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സാമ്പിൾ പ്രോബ്ലം എന്ന് പറയുന്നത്, ബൗണ്ടറി കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എക്സാമ്പിൾ 7.6 എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ 7.6 എന്ന് പറയുന്ന ബൗണ്ടറി കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം. എല്ലാവരുടെ കയ്യിലും ഇതുണ്ടോ? ടെക്സ്റ്റ് ഉണ്ടോ കയ്യിൽ? PDF ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ട് എക്സാമ്പിൾ 7.6 പേജ് നമ്പർ 289. ആ പ്രോബ്ലം ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ നോക്കൂ. ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആരും നോക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ആ പ്രോബ്ലം ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ നോക്കാം. ജസ്റ്റ് ആ പ്രോബ്ലം ഒന്ന് ഇവിടെ ഷെയർ ചെയ്യാം. 1 sec. യെസ്. സോ ഈ ഒരു പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് പ്രോബ്ലത്തിൻ്റെ ആൻസർ. ഓക്കെ, എക്സാമ്പിൾ പ്രോബ്ലം ഇതാണ് പ്രോബ്ലം. The electric field and the magnetic field of a certain propagating mode TE10 transverse electric mode എന്നാണ് അർത്ഥം. in a cross section on a A/B rectangular waveguide R, E equal to AY EY and H is equal to AX HX and AZ HZ, where EY എന്താണ് given ആണ്, HX എന്താണ് given ആണ്, HZ എന്താണ് given ആണ്. സോ ഈ കേസിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റിയും അതുപോലെ തന്നെ സർഫസ് കറണ്ട് ഡെൻസിറ്റിയും കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്താണ് ബൗണ്ടറി കണ്ടീഷൻസ് നമുക്കറിയാം. ഓക്കെ, ബൗണ്ടറി കണ്ടീഷൻസിൻ്റെ കേസിൽ നമുക്ക് ഗിവൺ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയാൻ നമുക്കറിയാം, ഒരു മീഡിയം പെർഫെക്റ്റ് കണ്ടക്ടറും അതുപോലെ തന്നെ ഡയലക്ട്രിക് കണ്ടക്ടറും ഒരുപോലെ വരികയാണെങ്കിൽ ആ മീഡിയത്തിൻ്റെ കേസിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഓൾറെഡി ഇവിടെ ഗിവൺ ആണ്. ഓക്കെ, ബൗണ്ടറി കണ്ടീഷൻ ബിറ്റ്വീൻ ഡയലക്ട്രിക് ആൻഡ് പെർഫെക്റ്റ് കണ്ടക്ടറിൻ്റെ കേസിൽ വൺ സൈഡ് മീഡിയത്തിൻ്റെ വാല്യൂ എന്തായിരിക്കും, റോൻ്റെ വാല്യൂ എന്തായിരിക്കും, ജെൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് ഗിവൺ ആണ്. അതുപോലെ തന്നെ H2T എന്ന് പറയുന്നത് സോറി ഓൺ ദി സൈഡ് ഓഫ് പെർഫെക്റ്റ് കണ്ടക്ടറിൻ്റെ സൈഡിൽ എന്തായിരിക്കും, ഇൻ്റെ വാല്യൂ, എച്ചിൻ്റെ വാല്യൂ, ഡിൻ്റെ വാല്യൂ, ബിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കണ്ടീഷൻ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് സെയിം കൈൻഡ് ഓഫ് കണ്ടീഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമുക്കൊരു പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു വേവ് ഗൈഡ് ഉണ്ട്. അതിൻ്റെ ഇൻസൈഡ് എന്താണ്, ചാർജിൻ്റെ റോൻ്റെ വാല്യൂ, ജെൻ്റെ വാല്യൂ എന്താണ്, 0 ആണെന്ന് നമുക്കറിയാം. സോ ഈ ബൗണ്ടറിയിൽ എങ്ങനെയാണ് ഇത് വാലിഡ് ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ചെയ്ത് നോക്കാൻ പറ്റുമോ നോക്കാം. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ബേസിക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. ജസ്റ്റ് ഇതാണ് അതിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത്. ഷോ എ ക്രോസ് സെക്ഷൻ ഓഫ് വേവ് ഗൈഡ്. സോ ഇതാണ് നമ്മുടെ ഫിഗർ വരുന്നതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ A equal to B, X is equal to A എന്ന് പറയുന്നതാണ് ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, X is equal to 0, X is equal to A. ഓക്കെ, ദെൻ Y is equal to 0, Y is equal to B എന്ന് പറയുന്ന രണ്ട് ബൗണ്ടറി കണ്ടീഷൻ. സോ ദെൻ ഔട്ട്വാർഡ് നോർമൽ, ദീസ് ഔട്ട്വാർഡ് നോർമൽ എന്താണ്, മീഡിയം ആർ റെസ്പെക്റ്റീവ്ലി AZ മൈനസ് AX AY ദെൻ മൈനസ് AY. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മുടെ നോർമൽസ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം നോർമൽസ് രണ്ട് രീതിയിലാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ്റെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുക. ഒന്ന് ടാൻജൻഷ്യൽ കോമ്പോണൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്ത് ചെയ്യും,
നമുക്ക് പെർപെൻഡിക്കുലർ കോമ്പണൻസ് നോർമൽ കോമ്പണൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കേസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ചാർജ് ഡെൻസിറ്റി ഇൻസൈഡ് എന്നുള്ള കണ്ടീഷൻ വരാം. പെർഫെക്റ്റ്ലി കണ്ടക്ടിങ്ങിന്റെ കേസിൽ ചാർജ് ഡെൻസിറ്റി ഇൻസൈഡ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ നമ്മൾ AX ഇൻറ്റു എപ്സിലോൺ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ടേം 0 ആയിരിക്കും. കാരണം ഇവിടെ ഡെൽ ഡോട്ട് ഡി എന്ന് പറഞ്ഞ ആ കണ്ടീഷനാണ് എടുത്തിട്ടുള്ളത്. സോ അവിടുത്തെ കേസ് എന്താണ്? ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന വാല്യൂ കറസ്പോണ്ടിങ് ടു എന്തായിരിക്കും? 0 ആയിരിക്കും. വെറാസ് നിങ്ങൾ ചാർജ് ഡെൻസിറ്റി അറ്റ് y ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യുന്ന കേസിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചാർജ് ഡെൻസിറ്റി എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ എന്താണ് AY എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ നോർമലി എന്താ എടുത്തിട്ടുള്ളത്? നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ പ്രകാരം വരികയാണെങ്കിൽ ആ കേസിൽ നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? an2 ഡോട്ട് d1 ഡോട്ട് എസ് എന്നാ വരിക. ഓക്കെ, ഞാനിവിടെ എഴുതാൻ പറ്റുന്ന അറിയില്ല. ഓക്കെ, ഇവിടെ a12 ഇവിടെ എഴുതുന്ന ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെ ഓക്കെ. സോ ഈ ഒരു കേസിൽ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? വർക്കിംഗ് ഓക്കെ. എനിവേ, സോ ഈ ഒരു കേസിൽ റോ എസ് y ഈക്വൽ ടു 0 എന്നുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ആ ഒരു വാല്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു AY എന്ന് പറയുന്ന കോമ്പണന്റുമായിട്ട് എന്ത് ചെയ്യാണ്? ഡൈവേർജൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഡൈവേർജൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം EYന്റെ വാല്യൂ നമുക്ക് ഗിവൺ ആണ്. ഓക്കെ, എപ്സിലോൺ EY ആണ് ഇവിടുത്തെ ടേം വരിക. സോ മൈനസ് j ഒമേഗ മ്യൂ 0 a ബൈ പൈ S0 സൈൻ പൈ എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഡൈവേർജൻസിന്റെ വാല്യൂ എടുക്കുമ്പോൾ അതിന്റെ വാല്യൂ ഇതായിട്ട് വരും. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോമ്പണൻസ് കൂടെ എന്ത് ചെയ്യും? നമുക്കിവിടെ കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, ഇതെങ്ങനെ വന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കൂ. ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ബ്ലൈൻഡായിട്ട് ഞാൻ പോർഷൻ എടുക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം എന്താണ്? JS എടുക്കുന്ന സമയത്ത് അവിടെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് എടുക്കേണ്ടത് ആ ബൗണ്ടറി കണ്ടീഷനിൽ. ഓക്കെ, ഫൈൻ. സോ അതൊന്ന് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ആ പ്രോബ്ലം ഒന്ന് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഇനി ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. മനസ്സിലായി? മനസ്സിലായി? ഒന്നുണ്ടേ സിസ്റ്റം ഒന്ന് ഹാങ് ആയി. പേജ് നമ്പർ 289. ഓക്കെ ഓക്കെ, ഫൈൻ. നിങ്ങൾ ചെയ്ത് നോക്കൂ ആ പ്രോബ്ലം കേട്ടോ. ഞാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ് ചെയ്യാം. അവിടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് യൂണിറ്റ് വെക്ടറിന്റെ കേസിൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കേണ്ടത്. an1 an2 an3 എഴുതാം. അല്ലെങ്കിൽ an1 കീപ്പ് ചെയ്ത് ഡോ ബൈ ആണ് എടുക്കേണ്ടത്. ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ z കറസ്പോണ്ടിങ് ആയിട്ട് EX EY z എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ രീതിയിലാണ് ഫോം ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കേൾ എടുക്കുക എന്നുള്ളത്. ഉണ്ട് സിസ്റ്റം ഹാങ് ആയിട്ടാണ്. ഞാൻ ഒന്ന് റീജോയിൻ ചെയ്യാം. 1 സെക്കൻഡ്.
ഓക്കെ, ക്രോം ഒന്ന് ഹാങ് ആയതാണ്, അതാണ് കുറച്ച് ഡിലേ ആകാൻ വെച്ച്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള വേവ് ഇക്വേഷൻ ആൻഡ് ദെയർ സൊല്യൂഷൻ എന്ന് പറയുന്ന പോർഷനാണ് നമുക്ക് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. ആസ് എ പോർഷൻ പോയിന്റ് ഓഫ് വ്യൂല് വേവ് ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ. ഓക്കെ, നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് റിപ്ലൈ ചെയ്യോ ആരെങ്കിലും? ഒന്ന് കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? മൊത്തത്തിൽ യെസ്, ഓക്കെ, താങ്ക് യു. എൻ്റെ സിസ്റ്റത്തിന് മൊത്തത്തിൽ ഹാങ്ങിങ് പ്രോബ്ലം. ഓക്കെ, ഫൈൻ. സോ നമ്മൾ വേവ് ഇക്വേഷൻ ആൻഡ് സൊല്യൂഷൻ എന്നുള്ള പോർഷനാണ് ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു നോൺ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു വെക്റ്റർ പൊട്ടൻഷ്യൽ ആൻഡ് നോൺ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു സ്കേലാർ പൊട്ടൻഷ്യൽ നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വി ഈക്വൽ ടു എന്ത് ചെയ്തു 1/4πε0 ഇൻ്റഗ്രൽ റോ ബൈ ആർ ഡി വി ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ എന്തായിരുന്നു എ ഈക്വൽ ടു മ്യൂ ബൈ 4π അല്ലെങ്കിൽ μ0/4π ഇൻ്റഗ്രൽ ജെ ബൈ ആർ ഡി വി എന്ന് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദാറ്റ് ഇസ് കറസ്പോണ്ടിങ് ടു എ സൊല്യൂഷൻ ഓഫ് എ പോയ്സൺ ഇക്വേഷൻ എന്നുള്ളതായിരുന്നു നമ്മൾ ആ ഒരു ഇക്വേഷന് പറഞ്ഞിട്ടുണ്ടായിരുന്ന റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇത് നമ്മളിന്ന് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്താണ് നോൺ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ എന്താ എന്ന് അറിയാം അല്ലേ? നോൺ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംപ്ലി പറയുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എപ്പോൾ എന്തായിരിക്കും നോൺ സീറോ ആയിരിക്കും എന്ന് പറയാം. അത്തരം കേസിലാണ് നമുക്ക് നോൺ ഹോമോജീനിയസ് എന്ന് പറയാം. റൈറ്റ് ഹാൻഡ് സൈഡ് സീറോ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ എന്നും പറയും. ഓക്കെ, ഓക്കെ, ഫൈൻ, ദാറ്റ്സ് ഓക്കെ. സോ ദാറ്റ് മീൻസ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് വെലോസിറ്റി, അതായത് വെലോസിറ്റി അല്ല സ്കേലാർ പൊട്ടൻഷ്യലിൻ്റെ കേസിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽ സ്ക്വയർ വി മൈനസ് മ്യൂ എപ്സിലോൺ, റൈറ്റ്, മ്യൂ എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി അല്ലേ? ഓക്കെ, ഇസ് ദാറ്റ് ഫൈൻ? മ്യൂ ഡെൽ സ്ക്വയർ വി എന്ന് പറയുന്നത് എന്താണ്? സ്കേലാർ പൊട്ടൻഷ്യൽ മൈനസ് മ്യൂ എപ്സിലോൺ 0 ഡോ സ്ക്വയർ വി ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന സൊല്യൂഷൻ നമുക്കുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ എന്ന് പറയുന്നതായിരുന്നു നമ്മളെ നോൺ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ഫോർ എ സ്കേലാർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഈ സ്കേലാർ പൊട്ടൻഷ്യലിൻ്റെ സൊല്യൂഷൻ മീൻസ് വാട്ട്? വി എന്താ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം ഐഡന്റിഫൈ ചെയ്യണം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയ്സൺ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ഫോം 1/4πε0 റോ ബൈ ആർ ഡി വി എന്നുള്ളതാണ്. പക്ഷേ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ നോൺ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല എന്നുള്ള പോയിന്റ് കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കേസിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്യാണ്. പോയിന്റ് ചാർജ്, ഓക്കെ, ഒരു ചെറിയ പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്തു. അറ്റ് ടൈം ടി എന്ന് പറയുന്ന കേസിൽ നമ്മളൊരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്തു. ആ പോയിന്റ് ചാർജ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? റോ ടി ഡെൽ വി എന്ന് പറയുന്ന ഒരു സ്മോളർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പോയിന്റ് ചാർജിന് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു ഈ കേസിൽ അസ്യൂം ചെയ്യുന്നു. എന്നിട്ടാണ് കറസ്പോണ്ടിങ്ലി എ സൊല്യൂഷൻ ഫോർ വി എന്ന് പറയുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യുന്നതുകൊണ്ട് പോയിന്റ് ചാർജ് നമ്മൾ ഫസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഒറിജിനിലാണ്. ഓക്കെ, ഇവിടെ ഞാൻ പോയിന്റ് ചാർജ് വെച്ചു. ആ പോയിന്റ് ചാർജിനെ ഞാൻ ഒറിജിനിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് ചാർജിന് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഏത് ഡയറക്ഷനിലേക്കും r എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഈ ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കെലാർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എടുക്കാൻ പറ്റും. സോ നമുക്ക് ഇവിടെ പറയുന്ന ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജ് പോയിന്റ് ചാർജ് പ്ലേസിലെ ടി ആൻഡ് റോ ഓഫ് ടി ഡി വി എന്ന് പറയുന്ന ആ ഒരു വോള്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വോള്യത്തിലാണ് നമ്മൾ ആ ചാർജിനെ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സോ ഫസ്റ്റ് വിന്റെ പോയിന്റ് എന്ന് പറയുന്നത്, ചാർജിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇസ് റിസൈഡിങ് അറ്റ് ദ ഒറിജിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നൗ വി ഡിപ്പെൻഡ്സ് എന്ന് പറയുന്നത്, വി ഏതൊക്കെ വാല്യൂവിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, സ്ഫെറിക്കൽ കോർഡിനേറ്റ് ആകുമ്പോൾ നമുക്കറിയാം വി ഷുഡ് ബി ഡിപ്പെൻഡന്റ് ഓൺ എന്താണ്, ആർ തീറ്റ ഫൈനെ ഡിപ്പെൻഡ് ചെയ്യണം സ്ഫെറിക്കൽ കോർഡിനേറ്റിന്റെ കേസ് ആകുമ്പോൾ. പക്ഷേ ഈ കേസിൽ ആർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലി രണ്ട് ടേമിനെയാണ്. ഒന്ന് ആറിനെയും അതുപോലെ തന്നെ ടി എന്ന് പറയുന്ന ടൈമിനെയും മാത്രമാണ് വി ഡിപ്പെൻഡ് ചെയ്യുന്നത് വിചാരിക്കുക. വി എന്ന് പറഞ്ഞാൽ സ്കെലാർ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ആ കേസിലാണെങ്കിൽ നമ്മൾ സ്കെലാർ പൊട്ടൻഷ്യൽ ഇൻ ടേംസ് ഓഫ് സ്ഫെറിക്കൽ കോർഡിനേറ്റിന്റെ കേസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സ്കെലാർ പൊട്ടൻഷ്യൽ in terms of spherical polar coordinatesന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താണ്, ആറിന്റെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് വിയുടെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 1/r² എന്നുള്ളതായിരിക്കും എന്ത് ചെയ്യുക, നോർമൽ കേസിൽ ഡോ r² ഡോ എക്സ് അല്ലെങ്കിൽ ആ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക. നോർമൽ കേസിൽ ഇതിന്റെ വാല്യൂ ഡോ r² എന്ന് പറയുന്നത് ഇത് സ്ഫെറിക്കൽ കോർഡിനേറ്റ് ആണെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷൻ എഴുതാൻ പറ്റുക. ഈ ഒരു റിലേഷൻ ഞാൻ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിന്റെ നോട്ട്സിൽ തന്നിട്ടുണ്ട്. അതിൽ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിന്റെ കേസിൽ എങ്ങനെയാണ് അതിന്റെ ഡെൽ ബി എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ വരിക എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പം സ്കെലാർ പൊട്ടൻഷ്യൽ നമ്മൾ എഴുതുകയാണെങ്കിൽ del² വി മൈനസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ വി ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു, ഞാനിപ്പോൾ ഈ കേസിൽ എന്താ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ 0 ആണെന്ന് അസ്യൂം ചെയ്യുന്നത്. ഹോമോജീനിയസ് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഇക്വേഷൻ ആദ്യം ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹോമോജീനിയസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ വാല്യൂ എനിക്ക് എന്ത് ചെയ്യാം 0 എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് കൊടുത്തു. ഓക്കെ, സോ ഈ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സ്ഫെറിക്കൽ കോർഡിനേറ്റിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1/r² ഡോ ബൈ ഡോ ആർ, ഓക്കെ, ഡോ ബൈ ഡോ ആർ ഓഫ് r² ഡോ വി ബൈ ഡോ ആർ എന്നുള്ള ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് സ്ഫെറിക്കൽ ഫോമിൽ എഴുതാൻ പറ്റും. മൈനസ് മ്യൂ എപ്സിലോൺ ഇ എന്ന് പറയുന്നത്, ഇവിടെ ഡിപ്പെൻഡൻസി എന്താണ്, ടിയുടെ ഡിപ്പെൻഡൻസി ആണുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, del² വി ബൈ ഡോ ടി സ്ക്വയർ എന്ന് തന്നെ എഴുതാം. ഓക്കെ, സോ ഈ ഒരു ഫോമിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ സൊല്യൂഷൻ കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു സൊല്യൂഷനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ടേം ആണ്. ദാറ്റ് മീൻസ് വി ഓഫ് ആർ ടി എന്ന് പറയുന്ന ഈ വാല്യൂവിനെ നമ്മൾ ഒരു യുവിൻ്റെ ടേംസിൽ എഴുതാണ് 1/r/u/r/t എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഇക്വേഷനിൽ നിങ്ങൾ വിൻ്റെ സ്ഥാനത്ത് 1/r/u/r/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യും, ട്രാൻസ്ഫോം ചെയ്തിട്ട് നമുക്ക് കിട്ടേണ്ട നെക്സ്റ്റ് ഫോമിലേക്ക് മാറും. ദാറ്റ് മീൻസ് ഇതിനെ 1 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 substituting 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 substituting 1, then you will be ending up a solution. Okay, 2 in 1, you will be getting dou square u by dou r² minus mu epsilon dou square u എന്ന് പറയുന്ന സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, dou square u by dou r² minus mu epsilon dou square u by dou t square which is equal to 0 എന്ന് പറഞ്ഞാൽ. സോ ഈ ഇക്വേഷനെയാണ് നമ്മൾ പറയുന്നത് വൺ ഡയമെൻഷണൽ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വൺ ഡയമെൻഷണൽ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൺ ഡയമെൻഷണൽ ഹോമോജീനിയസ്
വേവ് ഇക്വേഷൻ. ഹോമോജീനിയസ് പറയാൻ കാരണം സിമ്പിളി ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്നുള്ള നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്ത് പറയും. ഇവിടെ ഈ ടേം എന്താണ് 0 ആയതുകൊണ്ടാണ് നമ്മളിതിനെ ഹോമോജീനിയസ് എന്ന് ഇപ്പം വിളിച്ചിട്ടുള്ളത്. ബേസിക്കലി ഹോമോജീനിയസിൻ്റെ ഇക്വേഷൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ സോഴ്സ് ഫ്രീ ആണെന്ന് അർത്ഥം. കാരണം ഇവിടെ 0 ആവാൻ കാരണം എന്താണ്, റോ ഷുഡ് ബി ഈക്വൽ ടു 0. ആ കേസിലാണ് ഈ ഒരു വാല്യൂ 0 ആവുക. അപ്പം അതിന് സോഴ്സ് ഫ്രീ എന്നാണ് പറയുക. അങ്ങനത്തെ സോഴ്സ് ഫ്രീ ആയിട്ടുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയാം. അക്കാര്യം നമ്മൾ നെക്സ്റ്റ് ഡിസ്കഷനിൽ പറയും. ഇനി ഈ ഒരു കേസിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ ആർ സ്ക്വയർ മൈനസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ, ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ ഡയറക്റ്റായിട്ട് എഴുതുകയാണ്. നിങ്ങൾക്ക് അതിന് സൊല്യൂഷനിലേക്ക് ഒന്നും കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സൊല്യൂഷനാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു ടി മൈനസ് ആർ റൂട്ട് മ്യൂ ഇ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ദെൻ ടി പ്ലസ് ആർ റൂട്ട് മ്യൂ ഇ എന്ന് പറഞ്ഞ് 2 സൊല്യൂഷനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് കിട്ടുക. ഓക്കെ, സോ അതെങ്ങനെ കിട്ടുന്നു എന്നുള്ളതൊന്നും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ സൈഡ്. ഓക്കെ, നമ്മുടെ ഈ ഇക്വേഷൻ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ 2 സൊല്യൂഷൻ ഗിവൺ ആണ്. ഇതിലേത് സൊല്യൂഷനാണ് നിങ്ങൾക്ക് എഫക്റ്റീവ്ലി നമുക്ക് ഈ ഒരു സ്കെലാർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. നോർമലി നമ്മൾ യൂസ് ചെയ്യുക ഈ സൊല്യൂഷൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു കേസിൽ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുക. ഇതിൻ്റെ സൊല്യൂഷൻ മീൻസ് എന്താണ്, യു ഓഫ് ആർ ടി എന്ന് പറയുന്ന വാല്യൂ ഓക്കെ ഷുഡ് ബി എ ഫങ്ഷൻ ഓഫ് എഫ് ഓഫ് ടി മൈനസ് ആർ റൂട്ട് ടി ആണെന്ന് പറഞ്ഞു. ആർ മ്യൂ ഇ എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ടി പ്ലസ് ആർ റൂട്ട് മ്യൂ ഇ എടുത്തില്ല എന്നുള്ളത് നമ്മൾ ഈ ഒരു സെക്ഷൻ്റെ അവസാനത്തിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അത് പറയാം. സോ നമ്മളിപ്പോൾ ഇവിടെ എടുത്തെന്താണ് ടി മൈനസ് ആർ റൂട്ട് യു ഇ എന്ന് പറഞ്ഞത്. സോ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൺസിഡർ ചെയ്യാം. ഇതെന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെർട്ടിക്കുലർ വേവ്. ഓക്കെ, ഒരു വേവ് എന്താ ചെയ്യാണ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വേവ് ട്രാവലിംഗ് in positive r direction with a velocity. Okay, positive r direction with a velocity 1 by root mu epsilon എന്ന് പറയുന്ന വെലോസിറ്റി ആയിട്ട് ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതാണ് പെർട്ടിക്കുലർലി ഈ ഇക്വേഷൻ എന്ന് പറയുന്ന റെപ്രസെൻ്റ് ചെയ്ത്. ഇതൊരു വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് ടി മൈനസ് ആർ റൂട്ട് ടി ആണെങ്കിൽ റൂട്ട് മ്യൂ ഇ ആണെങ്കിൽ ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പെർട്ടിക്കുലർ വേവ് ഈസ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് ആർ ഡയറക്ഷൻ വിത്ത് എ വെലോസിറ്റി 1 by root മ്യൂ ഇ എന്ന് പറയുന്ന ഫോമിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളൊരു ലേറ്റർ ടൈം കാണുകയാണ് സിമ്പിളായിട്ട്. ഫോർ എക്സാമ്പിൾ യു ഈക്വൽ ടു ഇപ്പോൾ നിങ്ങളെ കേസ് ആർ പ്ലസ് ഡെൽറ്റ ആർ ആയി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിരിക്കുന്നത് ടി പ്ലസ് ഡെൽറ്റ ടി എന്നൊരു ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ യു ആർ പ്ലസ് ഡെൽറ്റ ആർ കോമ ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറയുന്ന ലേറ്റർ ടൈം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വിച്ച് വിൽ ബി എ ഫങ്ഷൻ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ പ്ലസ് ഡെൽറ്റ ആർ റൂട്ട് മ്യൂ ഇ എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. വിച്ച് ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം വേവ് ആയതുകൊണ്ടും അത് പീരിയോഡിക് ആവണം എന്നുള്ളതുകൊണ്ട് എന്താണ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ടി മൈനസ് ആർ റൂട്ട് മ്യൂ ഇ എന്ന് എഴുതാൻ പറ്റും. സോ ഇതിൻ്റെ കാരണം എന്താണ് അതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. സോ ഫംഗ്ഷൻ എന്താണ് അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ എന്ത് ചെയ്യണം റീറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റും ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ
mu epsilon e അതുപോലെ തന്നെ which is equal to നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഡെൽറ്റ ആർ ബൈ സ്മോൾ യു എന്ന് എഴുതാം വേർ യു എന്ന് പറയുന്നതാണ് യു ഈക്വൽ ടു 1 ബൈ റൂട്ട് മ്യൂ എപ്സിലോൺ എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ പറയുന്നത് വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഈ യു എന്ന് പറയുന്ന ഈ വാല്യൂവിനെ പറഞ്ഞ പേരാണ് വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മീഡിയം. ഓക്കെ ഓക്കെ സോ നമുക്കറിയാം യു എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി എഫ് ഓഫ് ടി മൈനസ് ആർ ടി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വി ആർ ടി ഈക്വൽ ടു എന്തായിരുന്നു 1 ബൈ ആർ യു ഓഫ് ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ എന്താണ് വി ഓഫ് ആർ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ 1 ബൈ ആർ യു ഓഫ് ആർ ടി എന്ന് പറയുന്നത് എന്താണ് എഫ് ഓഫ് ടി മൈനസ് ആർ റൂട്ട് മ്യൂ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, make it fourth equation. Okay, so that's how it comes. ഇനി നമുക്കൊരു സ്പെസിഫിക് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം ഈ ആർ ബൈ റൂട്ട് മ്യൂ ഇ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, what determines is that ഓക്കെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഫോമിൽ എഴുതാം. സിംപ്ലി വി ഓഫ് ആർ ടി എന്ന് പറയുന്നത് എന്താണ് വി ഓഫ് ആർ ടി ഈക്വൽ ടു 1 ബൈ ആർ എഫ് ഓഫ് ടി മൈനസ് ആർ ബൈ യു. യു എന്ന് പറഞ്ഞാൽ 1 ബൈ റൂട്ട് മ്യൂ ഇ ആണ് നമ്മൾ കണ്ടു. ഓക്കെ ഓക്കെ സോ ഇനി നമ്മൾ പറഞ്ഞു നമ്മളൊരു പോയിന്റ് ചാർജ് ആണ് കൺസിഡർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു പോയിന്റ് ചാർജ് അറ്റ് ദ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ ഡെൽ വി എടുക്കുകയാണെങ്കിൽ ഡെൽ വി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ് ഡെൽ ഓഫ് ടി ഡി വി എന്നാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡെൽ ഓഫ് വി ഓഫ് ആർ എന്ന് എടുക്കുകയാണെങ്കിൽ ഡെൽ ഓഫ് വി ഓഫ് ആർ എന്ന് ഡെൽ ഓഫ് ടി ഡെൽ വി ഡാഷ് എന്നുള്ളത് ഇത് വോളിയം ആണ് ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ ആർ എന്ന് പറയുന്നത്. ഇത് നല്ല എന്താണ് വി ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ ഇൻ്റഗ്രൽ റോ ബൈ ആർ എന്ന് പറയുന്നതിൻ്റെ വേറെ വേർഷനാണ്. ഇവിടെ നമ്മൾ എന്താണ് ഡി വി ആണ് എടുത്തിട്ടുള്ളത്. ആ പോയിന്റ് ചാർജിൻ്റെ സ്മോളർ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാം എന്നുള്ളത് നമ്മൾ എഴുതി. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. സോ ഇനി നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഒരു വി ഓഫ് ആറിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഡെൽ എഫ് ഓഫ് ടി മൈനസ് ആർ ബൈ യു എന്ന് എഴുതാം വി ഓഫ് ആറിനെ. ഓക്കെ, ദെൻ കറസ്പോണ്ടിങ് ടീൻ്റെ കേസിൽ എന്താണ് അവിടെ ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ആ ചേഞ്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്ത് ചെയ്തി ടി മൈനസ് ആർ ബൈ യു ഡെൽറ്റ വി ഡാഷ് ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ ഇറ്റ് കംസ്. ആർ ഉണ്ടാവില്ലേ എപ്സിലോൺ ആർ. ഫൈൻ. നമ്മളൊരു ടോട്ടൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം കിട്ടുന്ന ആൻസർ എന്തായിരിക്കും നിങ്ങൾക്ക് രണ്ട് സൊല്യൂഷൻ ഉണ്ട്. 1 ബൈ 4 പൈ എപ്സിലോൺ 0 ഓക്കെ ഓവർ വോളിയം നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ എഫ് ഓഫ് ടി മൈനസ് ആർ എന്ന് പറഞ്ഞതാണ്. ഇതിന് എനിക്ക് വേണമെങ്കിൽ ഈ ഫോമിൽ എഴുതാം. എന്താണ് ബി തന്നെയാണ്. ഇതിന് ഓവർ വോളിയം ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ due to charge distribution over a volume v dash എന്ന് എടുക്കുകയാണെങ്കിൽ അതായത് ഇതെന്താണ് ടോട്ടൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. then you will be ending up a solution called v of rt equal to 1 by 4 pi epsilon
v dash rho t minus r by u divided by r dv dash എന്ന് വരും. സോ ഇതാണ് നോൺ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, കറസ്പോണ്ടിങ് ടു സ്കെലാർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഒരേ ഒരു മാറ്റം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ടി മൈനസ് ആർ ബൈ യു എന്ന് പറയുന്നത് ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ ടി മൈനസ് ആർ ബൈ യു എന്ന് പറയുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള വാല്യൂസ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഓഫ് ആർ ടിൻ്റെ കേസിൽ വേറെ ചേഞ്ചുകളൊന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, എന്താണ് ഈ വി ഓഫ് ആർ ടി ടി മൈനസ് ആർ ബൈ യു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്? ബേസിക്കലി അത് ഡിനോട്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റോ ഓഫ് ടി എന്ന് പറയുന്ന കേസിൽ ഓക്കെ ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു ടൈം ലാഗ് ഉണ്ടാവും. ആ ലാഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ് ആർ ബൈ യു എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ടൈം ലാഗ് എടുത്തിട്ടാണ് നമുക്കതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ നമുക്ക് ഇതിനെ പറയാം റിട്ടാർഡഡ് സ്കെലാർ പൊട്ടൻഷ്യൽ എന്ന് പറയാം. റിട്ടാർഡഡ് സ്കേലാർ പൊട്ടൻഷ്യൽ, റിട്ടാർഡഡ് സ്കേലാർ പൊട്ടൻഷ്യൽ. അതായത് നിങ്ങളൊരു ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ പോയിന്റ് ചാർജിൻ്റെ കേസിൽ നിങ്ങളൊരു പെർട്ടിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ദാറ്റ് മീൻസ് ഞാൻ 1 സെക്കൻഡ് ആവുന്ന കണ്ടീഷനിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, ആ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് അറിയാമെന്ന് മീൻസ് മൈനസ് ആർ ബൈ യു സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ എഫക്റ്റ് നമ്മൾ അറിയുക എന്നർത്ഥം. ഓക്കെ, സോ ടി ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, at an earlier time, okay, it takes r by u for the effect of rho to be felt at distance r. അതായത് റോ എന്ന് പറയുന്ന ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതാണ് റിട്ടാർഡഡ് സ്കെലാർ പൊട്ടൻഷ്യൽ. റോ എന്ന് പറയുന്ന ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ എഫക്റ്റ് നമ്മളെ ഡിസ്റ്റൻസ് ആറിൽ ഓക്കെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ എഫക്റ്റ് at r will be seen at അല്ലെങ്കിൽ എന്ത് ചെയ്യുക എക്സ്പീരിയൻസ്ഡ് അറ്റ് എന്ന് എഴുതാം. എക്സ്പീരിയൻസ്ഡ് ആഫ്റ്റർ ടി മൈനസ് ആർ ബൈ യു ഓർ ആർ ബൈ യു ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ആ ഒരു ലാഗ് വരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ റിട്ടാർഡഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ടേക്സ് ടൈം ആർ ബൈ യു ഫോർ ദ എഫക്റ്റ് ഓഫ് റോ ടു ബി ഫെൽറ്റ് അറ്റ് ഡിസ്റ്റൻസ് ആർ എന്നുള്ളതാണ് അതിൻ്റെ റിട്ടാർഡഡ് സ്കെലാർ പൊട്ടൻഷ്യലിൻ്റെ ഒരു ടെർമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ടി പ്ലസ് ആർ ബൈ യു എടുത്താൽ നമുക്കറിയാം. നമുക്കൊരു രണ്ട് സൊല്യൂഷൻ ഉണ്ടായിരുന്നു ആ കേസിൽ. ഒന്നെന്താണ് ടി മൈനസ് ആർ ബൈ യു, ദെൻ ടി പ്ലസ് ആർ ബൈ യു. ഓക്കെ, റോ ഓഫ് ടി എന്ന് പറയുന്ന കേസിൽ നിങ്ങൾ ഒരു എഫക്റ്റ് കൊടുത്താൽ ആ എഫക്റ്റ് നിങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം റോ ഓഫ് ടി എന്നുള്ള കേസിൽ ആ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, റോ ഓഫ് ടി മൈനസ് ആർ ബൈ യു സമയം നേരം എന്ത് ചെയ്യും, സമയം എടുക്കും എന്ന് മീൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്ത് തരണമെങ്കിൽ മിനിമം നമുക്ക് എന്ത് ചെയ്യണം, ഒരു 2 മിനിറ്റ് സമയം ഇവിടെ ഫോർ എക്സാമ്പിൾ 2 മിനിറ്റ് സമയം ആർ ബൈ യു എന്ന് പറഞ്ഞാൽ 2 ആണെങ്കിൽ 2 മിനിറ്റ് സമയം എടുക്കും എന്നർത്ഥം. പക്ഷേ ഇതിൻ്റെ ഈ ഒരു സാധനം വെച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. റോ ഓഫ് ടി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തു, പക്ഷെ അത് 2 മിനിറ്റ് മുമ്പേ എനിക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എഫക്റ്റ് അറിയാമെന്നല്ലേ ടി പ്ലസ് ആർ ബൈ യു കൊണ്ട് പറയുന്നത്. ഓക്കെ, സോ നമ്മളൊരു സാധനം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ എഫക്റ്റ് അറിയാമെന്നുള്ളതാണ് ടി പ്ലസ് ആർ ബൈ യു എന്ന് പറഞ്ഞ സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ റിസൾട്ടിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടി വരാം. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ടി പ്ലസ് ആർ ബൈ യു എന്ത് ചെയ്യണേ യൂസ് ചെയ്യാത്തത്. ഓക്കെ, ഇറ്റ് വിൽ ലീഡ് ടു എ ഇമ്പോസിബിൾ സിറ്റുവേഷൻ where the effect of rho will be felt at distance point r before it occurs. അതായതാണ് നമ്മുടെ റോ എന്ന് പറയുന്ന ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അവിടെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ എഫക്റ്റ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ടി പ്ലസ് ആർ ബൈ യു എന്ന് പറയുന്ന കണ്ടീഷൻ്റെ ഒരു ഡിനോഷൻ എന്ന് പറയുന്നത്. സോ ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ റിട്ടാർഡഡ് സ്കേലാർ പൊട്ടൻഷ്യൽ എഴുതിയ പോലെ തന്നെ റിട്ടാർഡഡ് വെക്റ്റർ പൊട്ടൻഷ്യലും എഴുതാൻ പറ്റും. റിട്ടാർഡഡ് വെക്റ്റർ പൊട്ടൻഷ്യലും എഴുതാൻ പറ്റും.
റിട്ടാർഡഡ് വെക്റ്റർ പൊട്ടൻഷ്യൽ. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ട് വരിക. റിട്ടാർഡഡ് വെക്റ്റർ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ആ ഫോം എഴുതാം. ഫോം വരേണ്ടത് എങ്ങനെയാണ്? ആർ ഓഫ് ടി ഷുഡ് ബി ഈക്വൽ ടു mu by 4 pi rho v, okay, j t minus r by u divided by r dv dash എന്ന് വരും. ഓക്കെ, സോ ഇതാണ് റിട്ടാർഡഡ് വെക്റ്റർ പൊട്ടൻഷ്യൽ ഇൻ ദ കേസ് ഓഫ് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എന്നാണ്. സോ ഇതാണ് ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നോൺ ഹോമോജീനിയസ് സ്കേലാർ പൊട്ടൻഷ്യലിൻ്റെയും നോൺ ഹോമോജീനിയസ് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെയും സൊല്യൂഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാം നോക്കുക. ഞാനിതിന് നോട്ട്സ് സെപ്പറേറ്റ് തരുന്നില്ല, നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ വായിക്കണം, അതുകൊണ്ട് തന്നെയാണ് ഈ നോട്ട്സ് തരാത്തത്. ഈ ഭാഗം ചെങ്ങിൽ ഐ തിങ്ക് ഇറ്റ്സ് എ പേജ് നമ്പർ 291 and 292. ആ പേജ് നമ്പറിൽ ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിപ്പം ബിൻ്റെ കേസിൽ ചെയ്തതുപോലെ എന്റെ കേസിൽ റിട്ടാർഡഡ് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ കേസിൽ ഇതേപോലെ സൊല്യൂഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡെൽ സ്ക്വയർ എ മൈനസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ എ ബൈ ഡോട്ട് ടി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്യുക. എന്നിട്ട് എക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ കൊടുത്ത പോലെ 1/r u of rt എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദെൻ ഫോളോഡ് ബൈ എന്ത് ചെയ്യാം, നമ്മുടെ രണ്ട് സൊല്യൂഷൻ നമുക്ക് കിട്ടും. അതിൻ്റെ ഫോം ഡോ സ്ക്വയർ യു ബൈ ഡോട്ട് ടി സ്ക്വയർ മൈനസ് മ്യൂ എപ്സിലോൺ ഡോട്ട് ടി സ്ക്വയർ അല്ല ഡോ ആർ സ്ക്വയർ ഡോ സ്ക്വയർ യു ബൈ ഡോട്ട് ടി സ്ക്വയർ എന്നുള്ള ഫോമിലാണ് വരിക. ദെൻ നമ്മുടെ സൊല്യൂഷൻ ആയിട്ടുള്ള ടി മൈനസ് ആർ ബൈ യു കൊടുത്തു നോക്കുക, ടി പ്ലസ് ആർ ബൈ യു കൊടുത്തു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. സൊല്യൂഷൻ അറൈവ് ചെയ്യുന്ന മുമ്പ് നിങ്ങൾക്കറിയാം ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം, ഡെൽ എ എന്ന് പറയുന്നത് ഡെൽ എ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ജെ ഡി വി ബൈ മ്യൂ ബൈ 4 പൈ എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ ഈ വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ കേസിലും നിങ്ങൾക്ക് ആ ഒരു ഫോമിൽ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അത് നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് വരാം. അപ്പം വേവ് ഇക്വേഷനും അതിൻ്റെ സൊല്യൂഷനുമാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. സോ ഈ ഭാഗം നിങ്ങൾ ചെങ്ങൽ തന്നെ പോയി നോക്കുക, 291 to 292. അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം ക്ലിയർ ആവുന്നുണ്ടോ നോക്കുക. എവിടെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ അത് ചെയ്ത് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് ക്ലാസ്സിലും ചോദിക്കാവുന്നതാണ്. സോ ഈ വേവ് ഇക്വേഷൻ്റെ ഭാഗം നിങ്ങൾ തറോ ആക്കണം. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നിങ്ങൾ ആ ഭാഗം തറോ ആക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് നോക്കിയിട്ട് വരാം. ഓക്കെ, എന്തെങ്കിലും ഈ ഭാഗത്ത് ഡൗട്ടോ കാര്യങ്ങളുണ്ടോ ചോദിച്ചോളൂ. ക്ലിയർ ആണോ പറഞ്ഞത്? കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ ചെങ്ങൊന്ന് നോക്കണം. കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഇൻ്റർപ്രിട്ടേഷൻസ് ചെങ്ങിൻ്റെ ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ യു ക്യാൻ ആസ്ക് നൗ ഓർ ആഫ്റ്റർവേർഡ്സ്. ഈക്വേഷന് വേറെ സൊല്യൂഷന് വേറെ ഫോമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ പഠിക്കേണ്ടത് ഈ ഡെറിവേഷൻ. നിങ്ങളിത് ക്ലിയർ ആക്കി വരൂ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ്റെ ഫോമും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സ്വെൽ ഇക്വേഷനിൽ വരുന്ന ചേഞ്ച് നമുക്കൊന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലേ? ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റിംഗ് ലീവ് ചെയ്യാം കേട്ടോ. അപ്പം നോക്കിയിട്ട് വരിക. ആ വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇന്നലെ ചെയ്ത പോലെ
ഹോംവർക്ക് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്യാത്തവർ കഴിഞ്ഞ ഹോംവർക്കും ഈ വർക്കും കൂടെ ഒരുമിച്ച് സെൻഡ് ചെയ്യുക. ഡൗട്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റിംഗ് ലീവ് ചെയ്യാം. താങ്ക് യു.